കുഞ്ഞു പാവയ്ക്കുന്നല്ലേ നല്ല നാള് പിറന്നാള്. ചന്തമുള്ളൊരാന നല്ല കൊമ്പനാന ചങ്ങലയും പൊന്നെ തന്നതാടി സമ്മാനം. ഇത് കിടക്ക് സൂപ്പറായിട്ട് കളിക്കണം. തെറ്റിക്കരുത്. പോ ബാക്കിൽ പ്രാക്ടീസ് പോ എല്ലാരും പോ. എടാ എന്റെ സുഖം ഒന്ന് ചാടി നിക്കടാ. എല്ലാം ഞാൻ നോക്കുന്നുണ്ടല്ലേ, നീ നോക്കോ. ആ കലവറയിലെ കാര്യം. ഹലോ? കലവറയിലെ കാര്യം. ഹലോ എടാ എവിടെത്തിയടാ? എടാ ഇന്ന് എന്റെ മോന്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ. കൃത്യം 12 മണിക്ക് തന്നെ കേക്ക് മുറിക്കും. എത്തിയാ പറ്റുള്ളൂ. ഒന്നും പറയണ്ട, എത്തിയാ പറ്റുള്ളൂ. പിന്നെ ചേട്ടാ. അല്ല. ഓ, എനിക്ക് ഈ ഡ്രസ് മതി. ഏട്ടാ, ഇത് മതി. പൊന്നും കൂടെ തന്നെ എന്തിനടി പൊട്ട്. സാരി എടുക്കണോ? മതി കുഞ്ഞന്തേ. കുഞ്ഞു ഉറങ്ങുന്നു. ഇതിന് 24 മണിക്കൂർ ഉറക്കം മാത്രമേ ഉള്ളൂ. ഓ അതെ കേക്കിന്റെ മറ്റേ പിന്നെ വേറെ കാര്യമുണ്ട്. കുഞ്ഞിന് ഇടാനുള്ള മാല, ബ്രേസ്ലെറ്റ്, അരിഞ്ഞാണ് എല്ലാം കൂടെ ഞാൻ അലമാരിയിൽ വെച്ചിട്ടുണ്ട്. ആളൊക്കെ വരുമ്പോ ഇട്ടാ മതി. മതിയല്ലേ? ഓ, പിന്നെ പാചകത്തിന്റെ കാര്യമെല്ലാം ഞാൻ സുഖൂനെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ അതൊരു ഭാഗ്യമായിപ്പോയി. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളത് കൊണ്ട് നടന്നു പോകുന്നു. എടി അവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ. ഈ വീട്ടിലെ എല്ലാ കാര്യം അവൻ തന്നെ നോക്കിക്കോളും. പാചകവും കേക്കും എല്ലാം അവർ റെഡിയാക്കും. ആരെല്ലാം വരണമെങ്കിലേ വെള്ളം കൊടുക്കാം ആദ്യമേ. ചാടി നിക്കുന്നുണ്ടാ. ഇതാണ് എന്റെ കൂട്ടുകാരൻ. എടാ പിന്നെ പാചകത്തിന്റെ കാര്യം ഓക്കെ. അത് ഓക്കെയാണ്. അവിടെ കേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. കേക്ക് ഒന്നിന് പകരം 2 പറഞ്ഞിട്ടുണ്ട്. 2 എന്തിനാ? ഒന്ന് കട്ട് ചെയ്യാനും ഒന്ന് മുഖത്ത് വാരി തേക്കാനും. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അത് കറക്റ്റാണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ആൾക്കാരും വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാരും വിളിച്ചല്ലോ. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. നിന്റെ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്, എന്റെ വീട്ടുകാരെയും വിളിച്ചിട്ടുണ്ട്. എല്ലാരും കൃത്യസമയത്ത് തന്നെ എത്തും. ചതിച്ച് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ മനുഷ്യ, നിങ്ങളുടെ അമ്മാവൻ ആ മോഹനെ വിളിക്കരുതെന്ന്. അങ്ങേരെ ആരെയും വിളിക്കും. എനിക്കറിയാലോ മാമന്റെ സ്വഭാവം. പിന്നെ മാമന്റെ നാക്ക് ശരിയാണ്. എവിടെ ഫംഗ്ഷന് ചെന്നാലും മാമൻ അത് അലമ്പാക്കിയിട്ടേ തിരിച്ചു വരും. അപ്പൊ വിളിച്ചില്ല. പിന്നെ മാമനൊരു ഗുണമുണ്ട്. വിളിക്കാത്ത ഒരിടത്തും വലിഞ്ഞേറി പോണ സ്വഭാവം എന്റെ മാമനില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് മാമൻ. വരാതിരുന്നാ മതിയായിരുന്നു.